കേരള സർവകലാശാല ആസ്ഥാനം ഇന്നും യുദ്ധക്കളമാണ്. യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. സുരക്ഷാ വലയം മറികടന്ന് ക്യാമ്പസിനുള്ളിൽ കയറിയ AISF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അധികം വൈകാതെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്കും മാർച്ച്. കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി. പിന്നാലെ AIYF പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. അതിനിടെ സർവകലാശാലയിൽ പ്രവേശിക്കരുത് എന്ന VC-യുടെ വിലക്ക് മറികടന്ന രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഇന്ന് ഓഫീസിലെത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് VC നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ അവർ രജിസ്ട്രാറെ തടഞ്ഞില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് അനിൽകുമാർ പ്രതികരിച്ചു. പകരം ഒരാളെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിലപാട് ഓഫീസിൽ പ്രവേശിക്കാൻ തന്നെയാണ് തീരുമാനം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഓഫീസിൽ പ്രവേശിക്കുന്നു. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമം നിയമവിരുദ്ധമായ മുന്നോട്ട് പോകും. അതെ, കോടതി വിധി അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി മറ്റൊരു തീരുമാനം അംഗീകരിക്കില്ല. അതേസമയം രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാൻ VC നിർദ്ദേശിച്ച മിനി കാപ്പൻ സർവകലാശാല ആസ്ഥാനത്തുണ്ടായിരുന്നെങ്കിലും ചുമതല ഏറ്റെടുത്തിട്ടില്ല. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, വീണ്ടും സർവകലാശാല ആസ്ഥാനം യുദ്ധക്കളമായി മാറിയതാണ് നമ്മൾ കണ്ടത്. ഇന്ന് എങ്ങനെയാണ് നിലവിൽ സ്ഥിതി? മോത്തി, ഇന്നും കേരള സർവകലാശാല ആസ്ഥാനം സമരമുഖരിതമായിരുന്നു. ഇന്ന് 3 പ്രതിഷേധ സമരങ്ങളാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് AISF-ൻ്റെത്, രണ്ടാമത് DYFI-യുടെ നേതൃത്വത്തിൽ ഒരു സമരമുണ്ടായിരുന്നു. അതിനുശേഷം AIYF-ൻ്റെ നേതൃത്വത്തിലും ഒരു സമരമുണ്ടായിരുന്നു. ഇതിൽ AISF-ൻ്റെ സമരമാണ് സർവകലാശാല കവാടം മറികടന്ന് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ കടന്നുകൊണ്ട് പ്രതിഷേധിച്ചത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രധാന കെട്ടിടത്തിന്റെ മുൻവശത്ത് വരെ AISF പ്രവർത്തകർ എത്തി. അവിടെ വെച്ച് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മാറ്റി. അവിടെ ഒരു അല്പനേരം സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് DYFI-യുടെ പ്രകടനം വന്നത്. DYFI-യുടെ പ്രകടനം പ്രധാന ഗേറ്റിന് മുന്നിൽ റോഡിൽ വെച്ച് തന്നെ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു. അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗമുണ്ടായി. അതിനുശേഷം അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ശേഷം മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതിന് പിന്നാലെ CPI-യുടെ യുവജന സംഘടനയായ AIYF-ഉം പ്രകടനവുമായി എത്തി. അവർക്ക് നേരെയും ജലപീരങ്കി പ്രയോഗമുണ്ടായി. അതോടുകൂടി സമരം അവസാനിച്ചു. ഈ സംഘർഷ സമര മുഖരിതമായ അന്തരീക്ഷത്തിലാണ് സർവകലാശാലയിലേക്ക് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ കടന്നു വന്നത്. അദ്ദേഹത്തെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും അദ്ദേഹത്തെ തടഞ്ഞില്ല. അദ്ദേഹം ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മുറിയിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാണാത്തത്ര വലിയ പോലീസ് വിന്യാസം കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പോലീസുകാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ഈ സർവകലാശാലയുടെ സുരക്ഷയ്ക്കായി ഇന്ന് നിയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് 500-ലധികം പോലീസുകാർ ഈ സർവകലാശാല ക്യാമ്പസിൽ എമ്പാടുമുണ്ട്. ഇവിടെ മറ്റാവശ്യങ്ങൾക്ക് വരുന്ന വിദ്യാർത്ഥികളെ കൃത്യമായ പരിശോധന, അവരുടെ ID കാർഡ്, അവരുടെ വരുന്നതിൻ്റെ ആവശ്യം അടക്കം പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് സർവകലാശാലയിലേക്ക് കടത്തിവിടുന്നത്. നമ്മൾ നേരത്തെ ചില വിവരങ്ങൾ, അതായത് KSU പ്രവർത്തകർ ഈ സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ട് എന്നും അവരുടെ പ്രതിഷേധം പൊടുന്നനെ ഉണ്ടാകും എന്നുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതുവരെ ആ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഏതായാലും സർവകലാശാല ആസ്ഥാനം, കേരള സർവകലാശാല ആസ്ഥാനം സമരമുഖരിതം തന്നെയാണ്. കഴിഞ്ഞ ദിവസം SFIയുടെ സമരം നമ്മൾ കണ്ടതാണ്. ഈ കെട്ടിടത്തിൽ ഉള്ളിലേക്കൊക്കെ പ്രവേശിച്ച് വൈസ് ചാൻസലറുടെ മുറി ഖൊരാവോ ചെയ്യുന്ന നിലയിൽ വരെ അവരുടെ പ്രതിഷേധം കടന്നിരുന്നു. അത് വലിയ വിമർശനത്തിന് പ്രതിഷേധത്തിൽ അയവ് വന്നിട്ടുണ്ടോ? പ്രവർത്തകരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയോ? മോദി, ഇപ്പോൾ സമരം എല്ലാം ശാന്തമായിരിക്കുന്നു. ക്യാമ്പസിലെ സ്ഥിതി, കേരള സർവകലാശാല ആസ്ഥാനത്തിന്റെ കോമ്പൗണ്ട് ഇപ്പോൾ പോലീസുകാരും അല്പം വിദ്യാർത്ഥികളും ജീവനക്കാരും മാത്രമാണുള്ളത്. പ്രതിഷേധിക്കാൻ വന്ന സമരങ്ങളെല്ലാം
അത് പിരിഞ്ഞുപോയി. അവരുടെ പ്രതിഷേധമൊക്കെ കഴിഞ്ഞു പിരിഞ്ഞു പോയിട്ടുണ്ട്. അല്പസമയത്തിനകം രാജ്ഭവനിലേക്ക് SFIയുടെ ഒരു മാർച്ചുണ്ട്. അതാണ് ഇനി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സർവകലാശാലയും ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടക്കാനുള്ളത്. അത് രാജ്ഭവനിലേക്കാണ്. അവിടെ പോലീസ് വലിയ ബന്ദോബസ്ത് ഒരുക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ പോലീസ് ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവന്റെ മതിൽക്കെട്ടിന് മുന്നിൽ വരെ പ്രവർത്തകർ എത്തുന്ന സ്ഥിതി ഉണ്ടായി. അതിൽ രാജ്ഭവൻ അതിർത്തി പ്രകടിപ്പിക്കുകയും അതിൽ വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സിറ്റി പോലീസ് കമ്മീഷണറോട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് കേന്ദ്രങ്ങൾ, അതായത് കേരള സർവകലാശാല ആസ്ഥാനവും രാജ്ഭവനും വലിയ സുരക്ഷാ വലയമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി തിരുവനന്തപുരത്തേക്ക് വരികയാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതലയും പോലീസിനുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്ത് കേരള സർവകലാശാല VC-ക്കും ഗവർണർക്കുമെതിരെയുള്ള പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മറുഭാഗത്ത് അമിത്ഷാ വരുന്നതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും കൂടി ഒരുക്കേണ്ട അധിക ബാധ്യത തിരുവനന്തപുരത്തെ പോലീസിനുണ്ട്. അതുകൊണ്ടാണ് കൊല്ലത്തു നിന്നുകൂടി പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും ഒക്കെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഏതായാലും സർവകലാശാല ആസ്ഥാനം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പൂർണ്ണമായും പോലീസ് വലയത്തിലാണ്. സാധാരണഗതിയിൽ ഒരുപാട് ആളുകൾ സർവകലാശാലയിൽ വിവിധ ആവശ്യങ്ങൾക്കായി വരുന്നതാണ്. ഇന്ന് അത്രയും അധികം ആൾക്കാരെ കാണാനില്ല. കാരണം കൃത്യമായി ഫിൽട്ടർ ചെയ്ത് ഓരോ ആൾക്കാരുടെയും ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച് ഓരോ ആൾക്കാരുടെയും ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് ആൾക്കാരെ കയറ്റിവിടുന്നത്. മാത്രമല്ല തിരുവനന്തപുരം DCP നേരിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വരുന്ന ആൾക്കാരെയൊക്കെ പരിശോധിക്കുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. KSUവിന്റെ പ്രതിഷേധം ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നും സർവകലാശാല ആസ്ഥാനം സമരമുഖരിതമായി. ആർ അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.